ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് നമ്മുടെ പരപ്പനങ്ങാടി, നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് പരപ്പനങ്ങാടിയിലെ കെട്ടുങ്ങൽ പാലമാണ്. എന്താ ഒരു വൈബ്! ഇന്ന് അതിൽ പോയപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് അവിടെ ഇറങ്ങി 2 വീഡിയോസ് എടുത്തു. ഒന്ന് അഭിപ്രായം പറയണം. എന്തോ മനോഹരം അല്ലേ! കടലൊക്കെ കാണുന്നുണ്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന്. എന്താ ഭംഗി അറിയോ! ഒരു രക്ഷയില്ല. ഒന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾ തന്നെ അഭിപ്രായം പറയും. എന്താ ആ കടലിൻ്റെയും ആ ഒരു പ്രത്യേക ഒരു ഇത്, ആ തെങ്ങും കാര്യങ്ങളൊക്കെ കൂടി നിൽക്കണതും. പക്ഷേ അവിടെ കൊണ്ട് പോരാൻ തോന്നുന്നില്ല. അത്ര ആ റോഡും ആ ലൊക്കേഷൻ അതിഗംഭീരം, അതിമനോഹരം. കണ്ടിട്ട് എന്താ പറയാന്നറിയില്ല, അത്രയും ഭംഗിയായിരിക്കുന്നു. റോഡ് തന്നെ, റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം പോകണം അറിയില്ല. ക്യാമറ എടുക്കുന്ന ആളോട് ഞാൻ പറഞ്ഞ് പോവല്ലേ ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് കുറച്ച് നേരം കൂടി കഴിയട്ടെ എന്ന്. അത്രയും വെറൈറ്റി ആയിപ്പോയി. നമ്മൾ പരപ്പനങ്ങാടിയിൽ കെട്ടുങ്ങൽ പാലം വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. പക്ഷേ അവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് പോവുകയാണെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര പോയി. പക്ഷേ ഈ ഒരു ലൊക്കേഷൻ നോക്കൂ നിങ്ങൾ. ഈ പുഴയിൽ നിന്ന് കടലിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ആ ഭംഗിയൊന്ന് നോക്കൂ. എന്താ അല്ലേ, ഒരു രക്ഷയില്ലല്ലോ. അടിപൊളിയല്ല, അടിപൊളിയായിട്ട് തോണിയൊക്കെ ഉണ്ട്, വെള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. കണ്ടോ, വെള്ളങ്ങളൊക്കെ പോകുന്നു. പിന്നെ കരയിലൊക്കെ ഒരുപാട് ആൾക്കാർ സൈഡായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് ഈ ഭാഗത്തേക്കായിട്ടാണ് വരുന്നത്. പാർക്കുണ്ട് 2 സൈഡിൽ. ഈ വെള്ളം വരുന്ന ഭാഗം കണ്ടോ, പുഴയും കടലും കൂടി കൂടി ചേരുന്നത് ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ ഞങ്ങളിതാ ഒന്ന് ജസ്റ്റ് അവിടുന്ന് മൂവ് ചെയ്തു. ആ റോഡിൻ്റെ പാലത്തിൻ്റെ എൻ്റാണ് ഞാൻ കാണിച്ചിരുന്നത്. ഈ കാണുന്ന ഭാഗത്തെ റൈറ്റ് സൈഡ് അവിടെയാണ് പാർക്ക് വരുന്നത്. പിന്നെ ഇവിടെയാണ് ഒരു അപകടം ഉണ്ടായിരുന്നു പണ്ട്. ഒരു ബോട്ട് മുങ്ങിയിട്ട്, ഹൗസ് ബോട്ട് മുങ്ങിയിട്ട് കുറേ പേര് മരിച്ചല്ലോ. അത് ഈ പാർക്കിൻ്റെ സൈഡിലൂടെ പോയതായിരുന്നു. അന്ന് സേഫ്റ്റി കുറവായിരുന്നു. എന്താ മനോഹരം അല്ലേ. പിന്നെ വേറൊരു കാഴ്ച കൊണ്ടുണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടൊരു പാലാണ്. ഷോർട്ട് കട്ട് വഴി പോയതാണ്. ഒരാൾക്ക് മാത്രമല്ല, 2 ആൾ ബൈക്കിന് വരികയാണെങ്കിൽ ഒരാൾ ഇറങ്ങിയിട്ട് നടന്ന് വരണം. അതും ഇതേപോലെ എന്ത് വെറൈറ്റി അറിയോ, 2 സൈഡും ഒരു കാഴ്ച തന്നെ ആയിരുന്നു ഇന്ന് പോയ യാത്രയിൽ. അത്രയും ഞാൻ അതാ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരു വെറൈറ്റിയാണ് ഇത്. ബൈക്ക് പോവും സിംഗിളായിട്ട്, ഒരു ബാക്കിലിരിക്കുന്ന ആൾ ഇറങ്ങിയിട്ട്